കേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഹാങ്ങിങ് പോട്ടുകളിൽ നിങ്ങൾ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു 3-4 മാസമൊക്കെ കൂടുന്ന സമയത്ത് ഇതുപോലൊരു വളത്തിൽ മുക്കിയെടുക്കാം. അപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഫംഗിസൈഡ് സൊല്യൂഷനിലോട്ട് മുക്കിയെടുക്കുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര എഫക്റ്റ് ആയിരിക്കും. കാരണം ആ പോട്ടിൻ്റെ എല്ലാ ഏരിയയിലേക്കും നമ്മുടെ പൊളിച്ച് നല്ല ഒരു ഫോമിലായിട്ടുണ്ട്. അപ്പോൾ ഒരു ബക്കറ്റ് നിറയുമ്പോഴത്തേക്കും നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത്. റൂട്ടിൽ ഇലയിലൊക്കെ വീഴുന്നതിന് ഇല മുഴുവനായിട്ട് നനച്ചു കൊടുത്താൽ മതി കേട്ടോ. ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സുലൂസ് ഡയറീസ്. ഞാൻ അശ്മി സുൽത്താന. ഇന്ന് നമ്മളുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ് ഗ്രോവിങ്ങിൻ്റെ 24ാമത്തെ എപ്പിസോഡായിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. നല്ല ചൂടെന്ന് പറയുമ്പോൾ ഭയങ്കര വെയിലാണ്. ഈ ഒരു സമയത്താണ് നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള എല്ലാ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ കൊടുത്തു തുടങ്ങുന്ന സമയമാണ്. ഏറ്റവും കൂടുതൽ പ്ലാന്റ്സിന് ഈ കൊടുക്കുന്ന ഫെർട്ടിലൈസർ ആഗിരണം ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റിയും കിട്ടുന്നത് ഈ ഒരു നല്ല വെയിലും ചൂടും ഒക്കെ ഉള്ളപ്പോഴാണ് നല്ല രീതിയിൽ ആ വളങ്ങൾ ആഗിരണം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എപ്സം സോൾട്ട് കൊടുത്തിട്ട് ആ ഒരു കഴിവിനെ കൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി നമ്മൾ നേരത്തെ ഒരു ബോൾസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഫെർട്ടിലൈസർ ബോളും. അപ്പോൾ അത് നമ്മൾ മഴ സമയമായപ്പോഴത്തേക്കും എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്ലാന്റിനകത്ത് നിന്ന്. അപ്പോൾ അത് ഇപ്പോൾ വീണ്ടും തിരിച്ചു വയ്ക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഓർഗാനിക്കായിട്ട് വളങ്ങൾ കൊടുക്കുന്ന സമയമായതുകൊണ്ട് ഇനി ഇത് കൊടുത്താൽ വളരെ എഫക്റ്റീവായിരിക്കും. മഴ സമയമാകുമ്പോഴത്തേക്ക് ഇതും കൂടി ഇരുന്ന് അഴുകിയിട്ട് പോട്ടിലൊക്കെ ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ ബോൾസ് എല്ലാം തിരിച്ചു വെക്കണം. അപ്പോൾ ഡെയിലി അതിനൊരു വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ഫെർട്ടിലൈസറൂടെ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇതുകൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ നമ്മൾ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എപ്പിസോഡിൽ. അപ്പോൾ 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. 2 ടൈപ്പ് ഫെർട്ടിലൈസർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് 2ലെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വേണമെന്നുള്ളത് കണ്ടു നോക്കാം. അതുപോലെ മുകളിൽ കാർട്ടിലും ഉണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടാൽ ഈ ഒരു വളം വളരെ യൂസ്ഫുള്ളാണ്. കാരണം നമുക്കിപ്പോൾ എന്നും വീട്ടിലൊക്കെ വർക്കിംഗ് ആയിട്ടുള്ളവരാണെങ്കിൽ ഡെയിലി കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു പാടുമില്ല. വെള്ളം ഒഴിക്കുമ്പോൾ ആ ഒരു ഫെർട്ടിലൈസർ ഓട്ടോമാറ്റിക്കായിട്ട് അതിങ്ങനെ അലിഞ്ഞിട്ട് ആ പോട്ടിൽ എത്തുകയും ചെയ്യും. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഡെയിലി കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഒരു സ്ലറി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് കാണാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു മടിയും വിചാരിക്കരുത്. കമൻറ്റ് ചെയ്യുന്നവർക്കാണ് നമ്മൾ മന്ത്ലി ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത മാസം ആകാൻ പോവുകയാണ്, ന്യൂ ഇയർ ആവുകയാണ്. അപ്പോൾ അടുത്ത ഗിഫ്റ്റിനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് ഇടുമ്പോഴാണ് പുതിയ വീഡിയോസ് ചെയ്യാൻ കുറേ ഐഡിയാസ് നമുക്ക് വരത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബോൾസ് വയ്ക്കാം. ബോൾസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ ഇതുപോലുള്ള ഒരുപാട് ഓർക്കിഡിൻ്റെ വെറൈറ്റീസ് നമ്മുടെ ഫാമിൽ അവൈലബിൾ ആണ്. ഓർക്കിഡ്സിൻ്റെ എല്ലാ വളങ്ങളും അതുപോലെ പോട്ട്സ്, ഓർക്കിഡ്സിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മളുടെ നഴ്സറിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേണമെന്നുള്ളവർക്ക് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ വേണമെന്നുള്ളവർക്ക് വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ലിങ്ക് വഴി പർച്ചേസ് ചെയ്യാം. അതല്ലെങ്കിൽ നേരിട്ട് വരുന്നവർക്ക് കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട ഭരണിക്കാവ് ആയിക്കുന്നതാണ് നമ്മുടെ ഒരു ഫാമിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വേണമെന്നുള്ളവർക്ക് ഡയറക്റ്റ് വന്നിട്ട് ഐറ്റംസ് വാങ്ങിച്ച് പോകാവുന്നതാണ്. ഇനി ദൂരമുള്ളവർക്കാണെങ്കിൽ വിഷമിക്കേണ്ട, സൈറ്റ് വഴി അല്ലെങ്കിൽ ലിങ്ക് വഴി നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും അറിയിച്ചു തരുന്നതായിരിക്കും. അതനുസരിച്ച് നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളുടെ എപ്പിസോഡിൻ്റെ പ്ലാന്റുകൾ ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ തവണ ഒരു കെമിക്കലാണല്ലോ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫിഷ് അമിനോയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അധികം ഫംഗിസൈഡൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല നമ്മുടെ പ്ലാന്റ്സിന്. ഫംഗിസൈഡുകളൊക്കെ കൂടുതൽ നമ്മൾ മഴക്കാലങ്ങളിലാണ് കൊടുക്കാറുള്ളത്. ഇനി നമുക്ക് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ, അതായത് നമുക്കൊരു പൈസ പോലും ചിലവില്ലാതെ നമ്മൾ കൊടുക്കുന്നത് സ്ലറി. അതുണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ബോൾസ് എല്ലാം ഞാൻ തിരിച്ച് വെക്കുകയാണ്. അത് വെച്ചതിന് ശേഷം നമുക്ക് സ്ലറി കൊടുക്കാം. അതാകുമ്പോൾ ആ സ്ലറിയുടെ ഒരു ഇതും കൂടി അതിന് കിട്ടുകയും ചെയ്യും. ആ ഒരു ബോളിലേക്ക് പിടിച്ചിരിക്കുകയും ചെയ്യും. സ്ലറിയും കിട്ടും, ആ ബോളിൽ നിന്നുള്ള ആ ഒരു ഫെർട്ടിലൈസറും നമ്മുടെ പ്ലാന്റിന് ലഭിക്കും. അതിന് വേണ്ടിയിട്ട് എല്ലാം വെച്ച് കൊടുക്കുകയാണ്. ഇനി ഒരുപാട് തൈകളൊക്കെ തിങ്ങി വരുന്ന സമയത്ത് ഈ ബോൾസ് ഒരു ബുദ്ധിമുട്ടായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് പോട്ട് മാറ്റണം. എന്തായാലും നമുക്ക് ഈ ഒരു വളവും കൂടി കൊടുക്കാം. ഈ ഒരു പ്ലാന്റിന് നമ്മളിന്ന് കൊടുക്കാൻ പോകുന്നത് നമ്മളെ വീട്ടിൽ എന്നും നമ്മളെടുക്കുന്ന കഞ്ഞവെള്ളം, അതുപോലെ ഉള്ളിത്തോല്, വെളുത്തുള്ളിയുടെ തോല്, അതുപോലെ തന്നെ പഴത്തിൻ്റെ തൊലി, പിന്നെ പയർ,
ഇങ്ങനെയുള്ള സാധനങ്ങളുടെ എല്ലാം കൂടെ വേസ്റ്റ് വന്ന സാധനങ്ങൾ അല്ലെങ്കിൽ പഴകിയ പഴങ്ങൾ മുഴുവനെയും നമുക്ക് ഇതിനകത്ത് ചേർക്കാനായിട്ട് പറ്റും. പിന്നെ തേങ്ങാവെള്ളം, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഡെയിലി കളക്ട് ചെയ്ത്, അതായത് 2 ആഴ്ച കളക്ട് ചെയ്ത മിശ്രിതമാണ് ഈ ഒരു ബക്കറ്റിലുള്ളത്. അപ്പം ഇത് നമ്മളിങ്ങനെ അടച്ചു തന്നെ വെച്ചിരിക്കുകയാണ് പുളിപ്പിക്കാനായിട്ട്. ഡെയിലി ഒഴിക്കും, ഒന്ന് ഇളക്കി കൊടുക്കും, വീണ്ടും അടച്ചു വയ്ക്കും. അപ്പോൾ ഡെയിലി നമുക്ക് ഇത്രയും ഒരു നല്ല വളം നമ്മൾ കിട്ടുമ്പോൾ കളയേണ്ട കാര്യമില്ല. ശരിക്കും ഒരു കാടി പോലെയാണ് ഈ ഒരു മിശ്രിതം ഉണ്ടാവുക. ഇനി ഇതിനകത്തിട്ട് എന്തെങ്കിലും പച്ചിലകളൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. എന്തെങ്കിലും ഇലകളൊക്കെ വാടിയതോ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ വരുവാണെങ്കിൽ അതെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ നമ്മൾ തിളപ്പിച്ചിട്ടൊന്നുമില്ല, കഞ്ഞിവെള്ളം ആ ചൂടോടുകൂടി തന്നെ അങ്ങ് ഒഴിക്കും ഇതിനകത്ത് സ്ലറിക്കകത്തോട്ട്. അതിങ്ങനെ ഇരുന്നിട്ട് പുളിച്ച് നല്ല ഒരു ഫോമിലായിട്ടുണ്ട്. അപ്പോൾ ഒരു ബക്കറ്റ് നിറയുമ്പോഴത്തേക്കും നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ വീട്ടിൽ കളക്ട് ചെയ്ത ഈ ഒരു സ്ലറിയെ ഞാനൊരു ബോട്ടിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഫാമിലോട്ട്. അപ്പം ഇതാണ് നമ്മളുടെ ഈ ഒരു പ്ലാന്റ്സിൽ നിന്ന് ഒഴിക്കുന്നത്. അപ്പം നിങ്ങളെന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് എടുത്തിട്ട് വന്നതാണ്. നമ്മളിപ്പോൾ ഈ ഒരു ബക്കറ്റ് നിറയുമ്പോഴത്തേക്ക് അതിലേക്കൊരു ഈ ബക്കറ്റ് എത്ര നമുക്ക് സ്ലറി അരിച്ച് കിട്ടുന്നോ അതിൻ്റെ ഒരു 6-7 ഇരട്ടിയോളം വെള്ളം ചേർത്തിട്ടാണ് ഞാനിത് കൊടുക്കാറുള്ളത്. അപ്പം ഇതൊരു പകുതി ബോട്ടിൽ, ഒരു 1/2 ലിറ്റർ കഷ്ടിച്ചുണ്ടാവും. അപ്പം അത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ ഒരു 4 ഇരട്ടി വെള്ളമാണ് ചേർക്കാൻ പോകുന്നത്. ഇതിപ്പോൾ അരിച്ചെടുക്കണം. ഇതിനകത്ത് ഉള്ളിത്തോലിൻ്റെയൊക്കെ പീസൊക്കെ കാണും. അപ്പോൾ സ്പ്രെയർ ബോട്ടിലാക്കി നമുക്ക് ഒഴിക്കാവുന്ന, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അതിനകത്ത് എളി ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്, ഏറ്റവും എഫക്റ്റീവായിട്ട് പ്ലാന്റ്സിന് കിട്ടുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു ചട്ടി എടുക്കുക, കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊരു 1/2 ലിറ്ററല്ലേ ഉള്ളൂ. അപ്പോൾ അത് കണക്കാക്കിയുള്ള വെള്ളം എടുത്തേക്കുന്നത്. ഇത് നമുക്ക് അരിച്ചിനകത്തോട്ട് ഒഴിക്കാം. ഈ കരടൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ എപ്പോഴും ഓർക്കിഡിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു സീരീസിൽ ഇച്ചിരി ഡാമേജ് ഉള്ളൊരു പ്ലാന്റ്. അപ്പോൾ ഇതിനെ നമുക്കിങ്ങനെ മുക്കി വയ്ക്കാം ഒരു ഇച്ചിരി നേരം. ഇങ്ങനെ മുക്കി വെച്ചാൽ പ്ലാന്റിൽ ഫുള്ളായിട്ട് ആ റൂട്ടിലേക്കൊക്കെ അത് പിടിക്കും. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാൽ കുറച്ചും കൂടെ മുങ്ങിയിരിക്കും. അത്രയും മതി. ഇങ്ങനെ മുക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ല രീതിയിൽ പ്ലാന്റ്സിന് വളരാനായിട്ട് പിടിക്കാനായിട്ടും ഒക്കെ നല്ലത്. അപ്പോൾ ബാക്കിയുള്ള പോട്ടുകൾ ഇപ്പോൾ എടുക്കാൻ ഞാൻ നോക്കിയിട്ട് എല്ലാം റൂട്ട് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റുകൾ ഇതുപോലുള്ള ചട്ടികൾ വേണമെങ്കിൽ തന്നെയും ഇങ്ങനെ മുക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അതായത് കണ്ടോ, ഇങ്ങനെ മുക്കി വയ്ക്കാം. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചാൽ ഇങ്ങനെ നിറച്ച് മുക്കി ഇങ്ങനെ നിലനിർത്താമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 10 മിനിറ്റൊക്കെ ഇങ്ങനെ ഇട്ടേക്കാം. ഇട്ട് എടുത്താൽ മതി. നമുക്ക് ബാക്കിയുള്ള വെള്ളം ഇതിനകത്തോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം സ്പ്രെയറിൽ വേണമെങ്കിൽ ഒഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ഒഴിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ റൂട്ടിൽ ഇലയിലൊക്കെ വീഴുന്നതിന് ഇല മുഴുവനായിട്ട് നനച്ച് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് പ്ലാന്റ്സ് മാത്രമേ നമുക്കിത് മുക്കിയെടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഈ വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് നമ്മളുടെ റൂട്ടുകളെല്ലാം അങ്ങ് ഫിക്സ് ആയിപ്പോയി. കാരണം റീപോർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്കിതിനെ ഇളക്കിയെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലാതെ എപ്പോഴും അതിനെ ഡിസ്റ്റർബ് ചെയ്താൽ തന്നെ അതിന് ഗ്രോത്ത് ഭയങ്കര സ്റ്റക്കാവും. ഇപ്പോൾ തന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെക്കും, പിന്നീട് അപ്പുറത്തെ ടേബിലോട്ട് വെക്കും. അത് തന്നെ പ്ലാന്റ്സിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. ഇപ്പോൾ നമ്മൾ പ്ലാന്റ്സിനെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്താൽ ആ ഒരു സ്ഥലം സ്ഥിരമായിട്ട് ആ ഒരു പ്ലേസ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ആ പ്ലാന്റിനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് അതിന് ലൈറ്റ് കിട്ടുന്ന ആ ഒരു പോർഷനിലോട്ട് അത് വളർന്ന് പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. അതിന് ഇടയ്ക്കൂടെ പോയി അതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ ശരിക്കും ഇപ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ഈ ഒരു പ്ലാന്റ്സിന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഗ്രോത്ത് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കണ്ടിന്യൂഷനിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അനക്കാതെ ഇങ്ങനെ വെച്ചിരുന്നെങ്കിൽ ഇതിനേക്കാളും ഡബിൾ ഗ്രോത്ത് കിട്ടിയേനെ. ഇതിപ്പോൾ ആഴ്ചയിൽ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്ലാന്റ്സിന് വളം കൊടുക്കാൻ, വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ചിട്ട് തന്നെ ഈ റൂട്ട് കുറേ പൊട്ടിപ്പോകാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. എപ്പോഴും പൊട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഇലയൊക്കെ മഞ്ഞിച്ച് പോകാനും ഒക്കെ ചാൻസ് ഉണ്ട് എപ്പോഴും. അതുകൊണ്ട് കുറച്ച് പ്ലാന്റ്സ് മാത്രമേ മുക്കാൻ പറ്റുള്ളൂ, ബാക്കിയൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തേത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഹാങ്ങിങ് പോട്ടുകളിൽ
നിങ്ങൾ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു 3-4 മാസമൊക്കെ കൂടുന്ന സമയത്ത് ഇതുപോലൊരു വളത്തിൽ മുക്കിയെടുക്കാം. അപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഫംഗിസൈഡ് സൊല്യൂഷനിലോട്ട് മുക്കിയെടുക്കുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര എഫക്റ്റ് ആയിരിക്കും. കാരണം ആ പോട്ടിൻ്റെ എല്ലാ ഏരിയയിലേക്കും നമ്മുടെ ആ ഒരു വളം ഫുള്ള് കിട്ടുകയാണ്. ആ ഒരു വളം കൊണ്ട് ആ പോട്ടി മിക്സ് മുഴുവനും പ്ലാന്റും ലീഫും ഒക്കെ നനയുകയാണ്. അപ്പോൾ തന്നെ ഭയങ്കര സൂപ്പറായിട്ട് പ്ലാന്റ്സ് വളരാം. റൂട്ടിനെല്ലാം നല്ലൊരു തണുപ്പും ആ ഒരു ഫെർട്ടിലൈസറിൻ്റെ ആ ഒരു ഗുണങ്ങളെല്ലാം കിട്ടുകയും ചെയ്യും. അപ്പം ഇതൊന്ന് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. നമ്മൾ പലരും വീട്ടിലെ അമ്മമാരൊക്കെ ഈ കറിവേപ്പിനൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ കഞ്ഞിവെള്ളവും ഇതുപോലെയുള്ള വെജിറ്റബിളിൻ്റെ വേസ്റ്റും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർക്കിഡ്സിൽ ഇതുപോലെ ഡയല്യൂട്ട് ചെയ്തിട്ട് ധൈര്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് പൂ പിടിക്കാനും നല്ലൊരു കീടനാശിനിയായിട്ടും ഒക്കെ നമുക്ക് നല്ല ഗ്രോത്തിനും ഒക്കെ ആയിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് കൊടുക്കുമ്പോഴുള്ള റിസൾട്ട് നിങ്ങൾക്ക് കൊടുത്തു കഴിയുമ്പോൾ മനസ്സിലാവും. നമ്മൾ നേരത്തെ ഇതിൻ്റെയൊക്കെ പല ടൈപ്പ് സ്ലറികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഡേ ഇൻ മൈ ലൈഫിലൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഡെയിലി ഈ ഒരു വളങ്ങൾ എടുക്കുന്നത്. അപ്പം നമുക്ക് എന്നും കളയുന്ന സാധനമാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു വളം നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഇത് നിങ്ങൾക്ക് ചെയ്തു നോക്കാം. റിസൾട്ടുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കമൻറ്റിൽ വരുന്നവർക്കായിരിക്കും നെക്സ്റ്റ് ഗിഫ്റ്റ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പം വേഗം എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ട് റിസൾട്ടും അറിയിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.